ആലപ്പുഴ ജില്ലയിലെ കാവാലത്തുള്ള രാജപുരം കായൽ ഷാപ്പിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കേരളത്തിലെ പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം രാജപുരം ഷാപ്പിലേക്ക് വരാറുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടുവള്ളത്തിലിരുന്ന് കായലിൽ ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു സൈഡിൽ കായലും മറുവശത്ത് നല്ല പച്ച വിരിച്ച് കിടക്കുന്ന നെൽപ്പാടങ്ങളുമാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ നടുഭാഗത്തായിട്ടാണ് ഈ ഷാപ്പ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര കാവാലത്തുള്ള രാജപുരം ഷാപ്പിലേക്കാണ്. പാഥയത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാവാലം രാജപുരം ഷാപ്പിലേക്കാണ് യാത്ര പോകുന്നത്. ആലപ്പുഴ ജില്ലയിലെ കാവാലത്തുള്ള രാജപുരം കായൽ ഷാപ്പിലേക്ക്. ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. ഫാമിലി ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം രാജപുരം ഷാപ്പിലേക്ക് വരാറുണ്ട്. അപ്പം അങ്ങനെ അടിപൊളി ഫുഡാണെന്നൊക്കെ ഒരുപാട് റീലുകൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടറിഞ്ഞ ഭക്ഷണം ഒന്ന് നേരിട്ട് ആസ്വദിക്കാനുള്ള യാത്രയിലാണ് ഇന്ന് നമ്മൾ. ഈ രാജപുരം ഷാപ്പിലേക്ക് നമുക്ക് രണ്ട് രീതിയിൽ പോകാം. നമ്മുടെ സ്വന്തം വണ്ടിയിൽ ഷാപ്പിനടുത്ത് വരെ പോകാം. എന്നിട്ട് അവിടുന്ന് കുറച്ച് നടന്ന് പോയാൽ ഷാപ്പിലേക്ക് എത്തും. അത് കൂടാതെ ഷാപ്പിൻ്റെ തന്നെ ഒരു ബോട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ജെട്ടിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ ബോട്ട് വരും. അപ്പോൾ ആ ബോട്ടിൽ കയറി കായലിൽ കൂടി ഒരു യാത്ര ചെയ്തിട്ടും നമുക്ക് ഷാപ്പിലേക്ക് എത്താം. അപ്പോൾ നമ്മളിപ്പോൾ ഷാപ്പിലേക്ക് പോകുന്നത് ഈ ബോട്ട് ജെട്ടിയിൽ നിന്ന് ബോട്ടിൽ കയറി കായൽ വഴി യാത്ര ചെയ്താണ് ഇപ്പോൾ നമ്മൾ ഷാപ്പിലേക്ക് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിത് ആ ബോട്ട് ജെട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഈ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഈ നമ്പർ വിളിച്ചിട്ടുണ്ടെങ്കിൽ ബോട്ട് ഇവിടെ വരും. നമ്മളിവിടെ വരുമ്പോൾ ബോട്ട് കണ്ടില്ലെങ്കിൽ ആ നമ്പർ വിളിച്ചാൽ മതി. അപ്പോൾ ഇതൊരു ബോട്ട് ജെട്ടിയാണ്. നമ്മുടെ സർവീസ് ബോട്ടുകളൊക്കെ വരുന്ന ഒരു ജെട്ടിയാണ്. ഇത് അതുകൊണ്ട് അങ്ങ് ദൂരെ കാണുന്നത് അതാണ് നമ്മുടെ ഷാപ്പ്. അപ്പോൾ ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഒരു ബോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഇറക്കിയിട്ട് ആ ബോട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ ഷാപ്പിലേക്ക് ഈ കായൽ വഴി മാത്രമല്ല കേട്ടോ പോകാവുന്നത്. നമ്മളിപ്പോൾ കായൽ കൂടി യാത്ര ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ബോട്ടിൽ കയറി പോകാനായിട്ട് ഇങ്ങോട്ട് വന്നത്. ഇത് ഷാപ്പിൻ്റെ തന്നെ ബോട്ടാണ്. അതിന് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ ബോട്ട് ഇവിടെ ഉണ്ടാവും. ചിലപ്പോൾ അല്ലെങ്കിൽ ഷാപ്പിലായിരിക്കും. നമ്പർ കണ്ടില്ല, ആ നമ്പർ വിളിച്ചാൽ മതി. ഇതാ നമ്മുടെ ബോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ ബോട്ടിലാണ് നമ്മൾ ഷാപ്പിലേക്ക് പോകുന്നുണ്ട്. രാജപുരം കായൽ ഷാപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഷാപ്പിൻ്റെ തന്നെ ബോട്ടാണ്. ഷാപ്പിലേക്കുള്ള എന്തൊക്കെയോ സാധനങ്ങൾ പച്ചക്കറികളൊക്കെയാണ് അതിലുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ബോട്ടിലേക്ക് കയറുകയാണ്. നമ്മൾ ഈ കായൽ വഴി യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് ഫെലിക്സ് ചേട്ടന് വള്ളത്തെ കയറാനും ബോട്ടിൽ കയറാനും വെള്ളം എന്നൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഫെലിക്സ് ചേട്ടൻ്റെ പേടി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ബോട്ട് വഴി കായലിൽ കൂടി പോകാമെന്ന് തീരുമാനിച്ചത് തന്നെ. വിളിച്ചിരിക്കുന്നതാണ്ടോ? പുള്ളി മൊബൈലിൽ നോക്കിയിരിക്കുകയാണ്, വെറുത്തോട്ട് നോക്കുന്നില്ല. പുള്ളിക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറി ഇതാ ഷാപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അധികം ദൂരമൊന്നുമില്ല. അതേ ദൂരം അങ്ങ് ദൂരെ കാണുന്നത് കണ്ടോ? ആ ബോട്ടിൻ്റെ തുഞ്ചത്ത് അതാണ് ഷാപ്പ്. ഒരു 5 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരമേ ഉള്ളൂ. പിന്നെ ബോട്ടിൽ ഇങ്ങനെ കായലിൽ കൂടി പോകുമ്പോൾ ഉള്ള അതൊരു രസമാണല്ലോ. ബോട്ടിൽ ഇങ്ങനെ കായലിൽ കൂടി യാത്ര ചെയ്ത് നമ്മൾ ഷാപ്പിൽ പോയി ഇറങ്ങുക എന്ന് പറയുമ്പോൾ ആ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചൊരു അല്പം നേരം കായലിൽ കൂടി ഒരു യാത്ര, അത്രയേ ഉള്ളൂ. അതാ 2 കെട്ടുവള്ളങ്ങൾ കിടക്കുന്നതുണ്ടോ? ആ 2 കെട്ടുവള്ളങ്ങളിലുമാണ് ഈ ഷാപ്പിൻ്റെ റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിതാ ഷാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അവിടെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നാണ് നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നത്. ബോട്ട് ഇതാ ജെട്ടിയോട് എടുക്കുന്നു. നമ്മൾ ഇറങ്ങുകയാണ്. ഫെലിക്സ് ചേട്ടൻ ഒരു തരത്തിലാണ് പേടിച്ച് വിറച്ച് ഇവിടെ വരെ വന്നത്. പുള്ളിക്ക് വെള്ളം ഭയങ്കര പേടിയാണ്. ചേട്ടൻ ആ ബോട്ട് തെങ്ങിൽ കെട്ടിയിടുന്നുണ്ട്. ഇങ്ങോട്ടേക്കുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ ആയിരുന്നു. ഇത് ശരിക്കൊരു വള്ളമാണ്. ഈ വള്ളത്തിലിരുന്നാണ് നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നത്. റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന ഈ വള്ളത്തിലാണ്. ഇതുപോലത്തെ 2 എണ്ണം ഉണ്ട്. എനിക്കൊന്നും അപ്പുറത്തെ കൂടുതലും ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാരെയാണ് അവരവിടെ ഇരുത്തുന്നതെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പം നമ്മൾ ഫാമിലി അല്ലാതിരുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അവിടെ ഓൾറെഡി ഫാമിലിയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതുകൊണ്ടോ അതിന് താഴെ മുകളിലായിട്ട് 2 നിലയുണ്ട്. മുകളിലത്തെ നിലയിലും ഇരിക്കാം, താഴത്തെ നിലയിലും ഇരിക്കാം. താഴെയൊക്കെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു, സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. നല്ല രസമല്ല ഇവിടെ ഇരിക്കാനായിട്ട്. ആ കായലിൻ്റെ കാറ്റൊക്കെ ഏറ്റ് കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക വൈബാണ്. ഒരു വെറൈറ്റി അല്ല. ഇങ്ങനെ ഒരു ഷാപ്പ് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ മെനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഐറ്റംസൊക്കെയാണ് ഇവിടെ ഉള്ളത്.
അപ്പം നമ്മളിങ്ങനെ മെനു നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആ ചേട്ടൻ വന്നു. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളതെന്ന് ആ ചേട്ടനോടൊന്ന് ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ ബാക്കി മുഴുവൻ ഇങ്ങനെ പറഞ്ഞു തന്നെ എന്തൊക്കെ ഐറ്റംസ് ആണ് അവിടെ ഉള്ളത് എന്നുള്ളത്. തെയ്യം, പൊറോട്ട, ചപ്പാത്തി, കള്ളപ്പം, പാലപ്പം, ചേമ്പ്, കാച്ചില്, മീൽസ്, ഫിഷ് ഐറ്റംസ് ഒരുപാടുണ്ട്. കരിമീൻ, വരാൽ, ചെമ്മീൻ, ഞണ്ട്, മീൻ മുളകിട്ട കറി, മഞ്ഞക്കൂരി, വരാൽ, വാള, വറ്റക്കറി, വറ്റത്തല, വാളത്തല, താറാവ്, മുയൽ, നാടൻ കോഴി, പോത്തുവറ, ബീഫ് റോസ്റ്റ്, ചെമ്മീൻ റോസ്റ്റ്, ഞണ്ട് റോസ്റ്റ്, കൊഴുവ ഫ്രൈ, പള്ളത്തി ഫ്രൈ, കൂന്തലുണ്ട്, മുരശുവീരയുണ്ട്, കാരി ഫ്രൈ ഉണ്ട്, നാടൻ ചിക്കൻ റോസ്റ്റ് ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, പ്രോൺസ് ഫ്രൈ ഉണ്ട്, പ്രോൺസ് റോസ്റ്റ് ഉണ്ട്, ക്രാബ് റോസ്റ്റ് ഉണ്ട്, നങ്ക് ഫ്രൈ ഉണ്ട്, നങ്ക് പൊള്ളിച്ചുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തിരിക്കുന്ന സമയം കൊണ്ട് കിച്ചൺ വരെ ഒന്ന് പോയിട്ട് വന്നാലോ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എന്തായാലും ആ ചേട്ടനോട് ചോദിച്ചിട്ട് കിച്ചണിൽ ഒന്ന് കയറി. അപ്പോൾ അവിടെ ഐറ്റംസ് എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കുള്ളത് മാത്രമല്ല, വേറെ ആൾക്കാരൊക്കെ ഇവിടെ കഴിക്കാൻ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഓർഡറുകളെല്ലാം അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. റെഡി ആയത് എടുത്തുകൊണ്ട് പോകുന്നു, സെറ്റ് ചെയ്യുന്നു. ഞണ്ട് കറിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഞണ്ട് എത്ര അടുപ്പിൽ, എത്ര ചട്ടിയിൽ, എത്ര വിഭവങ്ങൾ അവിടെ പാകം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കണ്ടോ. മീൻ തന്നെ പല ഐറ്റംസ് ഉണ്ട്. തലക്കറിയൊക്കെ കിടപ്പുണ്ട് അവിടെ. തല എത്ര ഐറ്റംസ് ആണെന്ന് നോക്കിയേ. താറാവ് മപ്പാസ്, താറാവ് കറിയാണിത്. ഇനി 10-15 അടുപ്പുകൾ ഒരേ സമയത്ത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരോ ഐറ്റംസ്. കാച്ചിൽ പുഴുങ്ങിയത്, അവിടെ കാച്ചിലുണ്ട് കേട്ടോ. കപ്പയും കാച്ചിലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എത്ര അടുപ്പിൽ എത്ര ഐറ്റംസ് ആണ് ഒരേ സമയത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് നോക്കി. അപ്പോൾ നമ്മുടെ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു വറ്റ കറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂന്തലുണ്ടായിരുന്നു, പിന്നെ ബീഫ് റോസ്റ്റ്, പിന്നെ നമ്മൾ കാരി പൊള്ളിച്ചത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഐറ്റംസ് ഇങ്ങനെ 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് വറ്റക്കറിയും കപ്പയും വന്നിട്ടുണ്ട്. അപ്പം നമ്മളതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബീഫ് കറിയാണ് കേട്ടോ, ബീഫ് കറി. എന്നാലും ഭക്ഷണമൊക്കെ നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് ആ വറ്റക്കറിയൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഷാപ്പിലെ കറി എന്ന് പറഞ്ഞൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾ താറാവ് കറി വാങ്ങിച്ചില്ലായിരുന്നു. അപ്പോൾ ചേട്ടൻ ഞങ്ങൾ അപ്പം വാങ്ങിച്ചപ്പോൾ താറാവിൻ്റെ ഗ്രേവി അഡീഷണൽ ആയിട്ട് കൊണ്ടു തന്നായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടോ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന വ്യൂ ആണ് ഇത് കേട്ടോ. ഉണ്ടോ? അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മീൻ പൊള്ളിച്ചത് വന്നു, നമ്മുടെ കാരി പൊള്ളിച്ചത്. ആ കാരി പൊള്ളിച്ചതിനകത്തോട്ട് നാരങ്ങ അങ്ങ് പിഴിഞ്ഞൊഴിച്ചിട്ട് ഓരോ കാരി പൊള്ളിച്ചത് ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് അല്ലേ. കാണുമ്പോൾ തന്നെ നമുക്ക് നാക്കിൽ വെള്ളം വരും. 4 എണ്ണം ഉണ്ടായിരുന്നു, 4 കാരി പൊള്ളിച്ചത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേര് ഓരോന്നെടുത്തു. നിമിഷ നേരം കൊണ്ട് കാരി പൊള്ളിച്ചത് കാലിയായി. അപ്പോൾ നമ്മളങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. നമ്മൾ പൊറോട്ട വാങ്ങിച്ചായിരുന്നു, അപ്പം വാങ്ങിച്ചായിരുന്നു, അങ്ങനെ കുറേ ഐറ്റംസ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അവിടെ ഇങ്ങനെ ഇരുന്ന് കഴിച്ച് ആ കായലിൽ കൂടെ വള്ളം പോകുന്നതും ബോട്ടിൽ മീൻപിടുത്തക്കാർ പോകുന്നതും അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ആ കാറ്റൊക്കെ അടിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു രസമുള്ള ഇതാണ്. ഭക്ഷണം നമ്മൾ വാങ്ങിച്ചത് മോശമെന്ന് പറയാനൊന്നുമില്ല കേട്ടോ. എല്ലാം നല്ല ഭക്ഷണമായിരുന്നു, നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു. എല്ലാവർക്കും വാങ്ങിച്ച എല്ലാ ടൈപ്പ് ഭക്ഷണം നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ പിന്നെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ പോലും ഞങ്ങൾ വാങ്ങിച്ച ഐറ്റംസ് എല്ലാം തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നമുക്ക് മോശമെന്ന് പറയാൻ പറ്റുന്നൊന്നും ഇല്ലായിരുന്നു. നല്ല ഭക്ഷണമായിരുന്നു. ഇതാണ് ഇവിടെ ഇരിക്കുമ്പോൾ ഉള്ള കാഴ്ച. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്. 2 സൈഡും കായലാണ്, കെട്ടുവള്ളത്തിലാണ് നമ്മൾ ഓൾറെഡി ഇരിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ വള്ളത്തിലിരുന്ന കാറ്റൊക്കെ കൊണ്ട് കായലിൻ്റെ കാഴ്ചയൊക്കെ ആസ്വദിച്ചിരുന്ന ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞൊരു പ്രത്യേക വൈബല്ലേ. പിന്നെ ഇവിടെ മാത്രമല്ല കേട്ടോ ഇരിക്കാവുന്ന, ഈ 2 വള്ളത്തിൽ മാത്രമല്ല, ഈ ഷാപ്പിനെ കരഭാഗത്തായിട്ട് ഉണ്ടോ ഇവിടെ ഇരിക്കുക. ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് പാടമാണ്. അപ്പോൾ ആ പാടത്തിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടൊരു 1.5 മണിക്കൂറോ മിച്ചം ഞങ്ങളവിടെ വെറുതെ ഇരുന്നായിരുന്നു കേട്ടോ. വലിയ തിരക്കൊന്നും അന്നേരം ഇല്ലായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു യാത്രാ ബോട്ട് പോകുന്നു.
വേറെ കുറേ ആൾക്കാരൊക്കെ ബോട്ടിൽ വന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാനായിട്ട്. ഇവിടെ ഒരുപാട് ഫാമിലികൾ വരുന്നുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ട് ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട്, സ്ത്രീകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അവർക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ആ ബോട്ടിലുണ്ടോ അവിടെയാണ് ഇരിക്കുക ഭക്ഷണം കഴിക്കാനായിട്ട്. അതിന് മുകളിലത്തെ നിലയിലും ഇരിക്കാം, താഴെ ഇരിക്കാം. 3-4 ഫാമിലികൾ ഇപ്പോൾ ഓൾറെഡി അവിടെ ഇരിപ്പുണ്ട്. ഒരു പ്രത്യേക വൈബല്ലേ അങ്ങനെ കായലിലേക്ക് ഇറങ്ങി ഒരു വള്ളത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, കാറ്റൊക്കെ കൊണ്ട് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും. അപ്പോൾ എന്തായാലും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു, കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായി. പിന്നെ അതുകൂടാതെ ഭക്ഷണം നമ്മൾ വാങ്ങിച്ച ഫുഡ് എല്ലാം തന്നെ ഞങ്ങൾ ടേസ്റ്റ് എല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ മോശമെന്ന് പറയാൻ പറ്റുന്ന ഭക്ഷണമൊന്നുമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു വെറൈറ്റി ആയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ആംബിയൻസ് ആണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ രാജപുരം ഷാപ്പ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. നല്ല ആംബിയൻസിൽ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് രാജപുരം ഷാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞങ്ങളുടെ എക്സ്പീരിയൻസിലോട്ടോ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്കെല്ലാം എന്തായാലും ആംബിയൻസും ഫുഡും എല്ലാം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.